ഇവിടെ സ്റ്റെപ്പുകൾ, കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ അവസാനിച്ചു. ഇങ്ങനെ കല്ലിട്ട് ഇവിടുത്തെ സ്റ്റെപ്പുകളാണ്. എന്തായാലും കയറി നോക്കാം. എൻ്റെ കൂടെയുള്ള ആൾ അവിടെ ഇരുന്നെന്നാണ് തോന്നുന്നത് ഗൈസ്. സ്മൈൽക്കാ കമോൺ. രായനല്ലൂർ മല കയറാണ്. രായനല്ലൂർ എന്ന് പറഞ്ഞാലേ പ്രശസ്തമായ നാരായണത്ത് ഭ്രാന്തൻ്റെ മലയാണ്. നാരായണത്ത് ഭ്രാന്തന് കല്ലുരുട്ടി കൊണ്ടുപോയി താഴേക്കിടും, വീണ്ടും കല്ല് ഉരുട്ടി മേലെ കൊണ്ടുപോകും, വീണ്ടും താഴേക്കിടും. എങ്ങനെയാണ് മൂപ്പര് ഇത് കയറിയതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇന്നിവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. മുകളിലൊരു ചെറിയ ക്ഷേത്രമുണ്ട്. എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. വരി. കയറി. ഗൈസ്, അങ്ങനെ ഇതാ മരുഭൂമിയിലെ മരുപ്പച്ച കാണുന്നത് പോലെ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. നമുക്ക് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ അങ്ങോട്ടേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഇതാ നാരായണത്ത് ഭ്രാന്തന് മലയുടെ മുകളിൽ അങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. എന്നാലും ഇതിവിടെ നിർമ്മിച്ച ആളെ സമ്മതിക്കണം കേട്ടോ. ഇത്ര മഴ മുകളിൽ എന്തായാലും നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. അങ്ങനെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, നാരായണത്ത് ഭ്രാന്തൻ ഈ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ, പാലക്കാടൻ മലനിരകളാണ് കാണുന്നത്. ഒപ്പം പട്ടാമ്പി, അപ്പുറത്തേക്ക് വളാഞ്ചേരി. ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ, ഭ്രാന്തരാൽ അറിഞ്ഞു മൊഴിഭ്രാന്തനെന്ന്. 1000 അർത്ഥമേകും പ്രയത്നം മൊഴിഭ്രാന്തൻ്റെ ചെയ്തികളായി ചമച്ചു. മുമ്പിലിപ്പാറയായി കാത്തു നിൽക്കും ഒരു മർത്യലോകത്തിൻ്റെ ജന്മത്തിനായി. ശില്പി സുരേന്ദ്രകൃഷ്ണൻ. സ്ഥാപിതം 18/10/1995. താങ്ക് യു സുരേന്ദ്രകൃഷ്ണൻ സാർ. താങ്ക് യു.